ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. ഇനി നിളയുടെ ഓപ്പറേഷൻ എങ്ങനെ നടത്തും എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് കരയാണ് കാവേരിയും വിനീതും. വിനീത് എന്നിട്ട് കാവേരിയോട് സോറി പറയാണ്. ഇങ്ങനെയാകുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി ക്യാഷ് എങ്ങനെ ഒപ്പിക്കും എന്നറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നേ. ഞാൻ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണമായിരുന്നു. എൻ്റെ മണ്ടത്തരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല കാവേരി. സോറി. അപ്പോൾ കാവേരി പറയാണ്, വിനീതേട്ടൻ മനഃപൂർവ്വം ചെയ്തെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇത്രയും ക്യാഷ് അക്കൗണ്ടിൽ വെക്കുമ്പോൾ വിനീതേട്ടനെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ക്യാഷ് ജയബാലന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചെടുത്തത്. മുഴുവൻ ക്യാഷും പോയില്ലേ ഇപ്പോ. എവിടെ പോയെന്ന് പോലും നമുക്കറിയൂല. അവിടെ നിളമോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. നമ്മൾ ക്യാഷുമായിട്ട് വരും എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരെല്ലാവരും. നമ്മൾ ഇനി എവിടുന്ന് ക്യാഷ് കൊണ്ടുവരാനാണ് വിനീതേട്ടാ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയാണ് കാവേരി. വിനീത് എന്നിട്ട് സങ്കടത്തിൽ കാവേരിയോട് പറയാണ്, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നേ? ആ ചെക്ക് എൻ്റെ കയ്യിൽ തരണ്ടായിരുന്നു. ഞാൻ കാരണമല്ലേ ഇപ്പോ ക്യാഷ് പോയത്. ഗംഗ എന്നോട് എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാനൊരു വേസ്റ്റാണ്. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാകൂ. കാവേരി, നീ ഗംഗയെ വിളിച്ച് പറഞ്ഞോ ഞാൻ കാരണമാണ് ക്യാഷ് നഷ്ടപ്പെട്ടതെന്ന്. അതിനുശേഷം ഗംഗയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും. എന്നെ വേണ്ടാന്ന് പറഞ്ഞേക്കാം. ഗംഗയ്ക്ക് പറ്റിയ ഒരു ഹസ്ബൻഡ് അല്ല ഞാൻ. എനിക്കറിയാം അവളുടെ ലൈഫിൽ ഞാൻ ഉണ്ടാകൂലെന്ന്. അവളുടെ ജീവിതത്തിൽ മാത്രമല്ല ആരുടെ ലൈഫിലും എന്നെപ്പോലെ ഒരാൾ ഇല്ലാത്തതാ നല്ലത്. അപ്പോൾ കാവേരി പറയാണ്, വിനീതേട്ടന് ഇപ്പോഴും വിനീതേട്ടനെ കുറിച്ച് മാത്രം പറയാനുള്ളൂലേ? ക്യാഷ് പോയി, ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കാണ് ഞാൻ. അപ്പോൾ വിനീത് പറയാണ്, ഞാൻ കാരണമല്ലേ ക്യാഷ് പോയത് എന്നൊക്കെ സങ്കടത്തിൽ പറയാണ്. അപ്പോൾ കാവേരി വിനീതേട്ടനോട് പറയാണ്, വിനീതേട്ടൻ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. തൽക്കാലം നമുക്ക് ഗംഗ ചേച്ചിയോട് ഒന്നും പറയണ്ട. അപ്പോൾ വിനീത് ചോദിക്കാണ്, പറയാതിരുന്നാ എങ്ങനെയാ? അവര് ചോദിക്കൂലേ ക്യാഷ് എവിടെയെന്ന്? അപ്പോൾ കാവേരി പറയാണ്, ശരിയാണ്, ക്യാഷ് എവിടെയെന്ന് അവര് ചോദിക്കും. ആരാ ഇല്ലാന്ന് പറഞ്ഞേ? നമ്മൾ ഈ കാര്യം അവരോട് പറഞ്ഞെന്ന് വെച്ച് ക്യാഷ് തിരിച്ചു കിട്ടാനൊന്നും പോണില്ലല്ലോ. എനിക്കിപ്പോ എന്താ ചെയ്യണ്ടേന്ന് അറിയൂല. തൽക്കാലം അവരാരും ക്യാഷ് നഷ്ടപ്പെട്ട കാര്യം അറിയാത്തതാ നല്ലത്. ക്യാഷ് എങ്ങനെ റെഡിയാക്കാൻ പറ്റും എന്ന് മാത്രം നമ്മളിപ്പോ ചിന്തിച്ചാൽ മതി. നിളമോളുടെ ഓപ്പറേഷന് വേണ്ട പണത്തിന് എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയാൽ മതി. അംബികയും രഘുനാഥനും നരനെ പെണ്ണ് കാണിക്കാൻ വേണ്ടി ഒരു കൂട്ടരോട് വീട്ടിലേക്ക് വരാൻ പറയാണ്. രഘുനാഥ് എന്നിട്ട് ശിവരാജനോട് പറയാണ്, നരനെ കാണാൻ ഒരു പെണ്ണുകൂട്ടര് വരുന്നുണ്ട് എന്ന്. അത് കേട്ട് ചിരിച്ചോണ്ട് ശിവരാജൻ പറയാണ്, സാധാരണ ചെറുക്കനല്ലേ പെണ്ണ് കാണാൻ പോകാറ്. ഇവിടെയൊക്കെ തല തിരിഞ്ഞിട്ടാണല്ലോ നടക്കുന്നേ. ഈ കാര്യം നരനറിയോ? അപ്പോ മുത്തശ്ശൻ പറയാണ്, കുറച്ചു നേരം കഴിഞ്ഞാൽ അവനും അറിഞ്ഞോളും. അപ്പോ ശിവരാജൻ പറയാണ്, അപ്പോ ഈ കാര്യം നരനോട് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വഴക്കുണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ. അവന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ ആലോചന കൊണ്ടുവന്നേ? മുത്തശ്ശി പറയാണ്, അവൻ കല്യാണമേ കഴിക്കില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ അങ്ങനെ വിടാൻ പറ്റൂ? അപ്പോൾ ശിവരാജൻ പറയാണ്, എനിക്ക് 2 മക്കളുണ്ട്. അവരുടെ കല്യാണത്തെ പറ്റി നിങ്ങൾക്കൊരു ചിന്തയുമില്ലല്ലോ. അപ്പോൾ ഗായത്രി പറയാണ്, നരനല്ലേ ഈ കുടുംബത്തിലെ മൂത്തത്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളവരുടെ കല്യാണം നടത്തുക. അപ്പോൾ ശിവരാജൻ ചോദിക്കാണ്, അവൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഓരോ മാസവും ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നേ? എന്നിട്ട് പിന്നെ കാണിക്കുന്നത് പെണ്ണ് വീട്ടുകാര് നരന്റെ വീട്ടിലേക്ക് വരികയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. പെണ്ണിന്റെ വീട്ടുകാര് പയ്യൻ എവിടെയെന്ന് ചോദിക്കുകയാണ്.
ആ സമയത്താണ് നരൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഗായത്രി പറയാണ്, നരൻ വന്നെന്നാ തോന്നുന്നേ, ഞാൻ പോയി അവനെ വിളിക്കാം എന്ന് പറഞ്ഞ് നരന്റെ അടുത്തേക്ക് പോവുകയാണ് ഗായത്രി. എന്നിട്ട് നരനോട് പറയാണ്, നിന്നെ കാണാൻ ഒരു കൂട്ടര് വന്നിട്ടുണ്ട്, നീ വേഗം വാ. അതാരാണെന്ന് ചോദിക്കുകയാണ് നരൻ. അപ്പോ ശിവരാജൻ പറയാണ്, വേറെ ആരുമല്ല, നിന്നെ കാണാൻ വന്ന പെണ്ണു വീട്ടുകാരാണത്. അത് കേട്ട് ദേഷ്യം വരാണ് നരന്. എന്നിട്ട് നരൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ഗായത്രി നരനെ പിടിച്ചു നിർത്തി പറയാണ്, മുത്തശ്ശനും മുത്തശ്ശിയും പാവമല്ലേ, അവർക്ക് വേണ്ടിയെങ്കിലും നീ ഒന്ന് പോയി കാണ്. അപ്പോ നരൻ ദേഷ്യത്തിൽ അകത്തേക്ക് പോവുകയാണ്. നരനെ കണ്ട് മുത്തശ്ശൻ പെണ്ണു വീട്ടുകാർക്ക് നരനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോ നരൻ ആ പെണ്ണു വീട്ടുകാരോട് പറയാണ്, സോറി, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. അത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഗായത്രിയും ഒക്കെ ഞെട്ടാണ്. അപ്പോ നരൻ ആ പെണ്ണു വീട്ടുകാരോട് പറയാണ്, ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങളുടെ മോളെ എന്നല്ല, ഒരു പെണ്ണിനെയും കെട്ടാൻ എനിക്ക് താല്പര്യമില്ല. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ മോൾക്ക് വേറെ എവിടുന്നേലും പയ്യനെ നോക്കിക്കോ. സോറി, എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ നരൻ അവിടുന്ന് പോവുകയാണ്. കാവേരി എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. കാവേരിയെ കണ്ട് ഗംഗയും ശാരദയും നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. സിസ്റ്റർ നിന്നെ അന്വേഷിച്ചിരുന്നു എന്ന് പറയാണ് ഗംഗ. കാവേരി അപ്പോ പറയാണ്, ഞാൻ എന്നാ സിസ്റ്ററിനെ കണ്ടിട്ട് വരാം. അപ്പോ ശാരദ ചോദിക്കുകയാണ്, നിനക്ക് എന്തു പറ്റി? ഡോക്ടർ എന്തേലും പറഞ്ഞോ? അപ്പൊ കാവേരി പറയാണ്, ഞാൻ ഡോക്ടറിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ശാരദ പറയാണ്, നമ്മൾ നിളയെ കൊണ്ടുവന്നിട്ട് കുറെ നേരമായല്ലോ, ഇതുവരെ ഒരു ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പോ ഗംഗ പറയാണ്, ക്യാഷ് അടച്ചാലേ അവര് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തൂ. എന്നിട്ട് കാവേരിയോട് ചോദിക്കുകയാണ്, നീ ക്യാഷ് അടച്ചില്ലേ? ഇല്ലെന്ന് പറയാണ് കാവേരി. ബാങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് ആവാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. ക്യാഷ് വന്നാൽ വിനീതേട്ടൻ അത് എടുത്തിട്ട് വരാന്നാ പറഞ്ഞേ. ടെസ്റ്റിന് തൽക്കാലം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് പേ ചെയ്യാം, വലിയ എമൗണ്ട് പിന്നെ നമുക്ക് അടയ്ക്കാം എന്ന് പറഞ്ഞ് കാവേരി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഗംഗ കാവേരിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്തേലും പ്രശ്നമുണ്ടോ കാവേരി? നീ എന്താ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? അപ്പോൾ കാവേരി പറയാണ്, അതൊന്നുമില്ല ചേച്ചി, നിളമോളുടെ ഓപ്പറേഷൻ അടുക്കാറായില്ലേ, അതിൻ്റെ ടെൻഷനാണ്. കാവേരി എന്നിട്ട് റിസപ്ഷനിൽ പോയിട്ട് പറയാണ്, ക്യാഷ് അടയ്ക്കാൻ കുറച്ച് ലേറ്റ് ആകും, ചെക്ക് ബാങ്കിൽ ട്രാൻസ്ഫർ ആയിട്ടുള്ളൂ, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാൻ ടൈം എടുക്കുമെന്നാ പറഞ്ഞ്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ക്യാഷ് ക്രെഡിറ്റ് ആയാൽ അപ്പോൾ തന്നെ ഞാൻ ബില്ല് പേ ചെയ്തോളാം. അപ്പോൾ സ്റ്റാഫ് പറയാണ്, ക്യാഷ് അടയ്ക്കാതെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ കാവേരി ചോദിക്കുകയാണ്, ഓപ്പറേഷൻ്റെ ക്യാഷ് ഞാൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയാൽ പേ ചെയ്തോളാം, ടെസ്റ്റിൻ്റെ ബില്ല് ഇപ്പോൾ അടച്ചാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തൂടെ? അപ്പോൾ സ്റ്റാഫ് പറയാണ്, മുഴുവൻ എമൗണ്ടും പേ ചെയ്താലേ ഓപ്പറേഷന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. കാവേരി അപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. നിവിൻ തിരുവനന്തപുരത്തുള്ള ഒരു അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവിടെ തന്നെ ഒരു സ്ഥലത്തിരുന്ന് കാവേരിയുടെ ഫോട്ടോസൊക്കെ ഫോണിൽ നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്താണ് കാവേരിയും ആ അമ്പലത്തിലേക്ക് വരുന്നത്. നിളമോളുടെ ഓപ്പറേഷന് വേണ്ട ക്യാഷ് എങ്ങനെ സംഘടിപ്പിക്കും എന്നൊക്കെ ആലോചിച്ച് സങ്കടത്തിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് കാവേരി. എന്ത് ചെയ്യണമെന്ന് അറിയാത്തോണ്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ. ഞങ്ങൾക്ക് മാത്രം എന്തിനാ ഇങ്ങനെ ഓരോ അവസ്ഥകൾ തരുന്നേ? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നിളമോള് ഇപ്പോ ഹോസ്പിറ്റലിലാണ്, അവളുടെ ഓപ്പറേഷന് വേണ്ട ക്യാഷ് അടച്ചേ മതിയാകൂ. ഇത്രയും എമൗണ്ടിന് ഞാൻ ഇനി എന്ത് ചെയ്യാനാ? അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ ചേബാലന്റെ അടുത്തുനിന്ന് വാങ്ങിയ ക്യാഷാണത്. ഞങ്ങളെ മാത്രം എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാണ് കാവേരി. എന്നിട്ട് നിവിൻ ഇരിക്കുന്ന തൂണിന്റെ മറുവശത്തായി കാവേരിയും വന്നിരുന്ന് സങ്കടപ്പെടുകയാണ്. പക്ഷേ അവര് പരസ്പരം കാണുന്നില്ല. ആ സമയത്താണ് രാഗിണി അമ്പലത്തിലേക്ക് വരുന്നേ. രാഗിണി അമ്പലത്തിലേക്ക് വന്നപ്പോ ഇവരെ കാണുന്നത്. എന്നിട്ട് അവരുടെ ഫോട്ടോ ഫോണിൽ എടുക്കുകയാണ് രാഗിണി. കുറച്ചു കഴിഞ്ഞപ്പോ കാവേരി അവിടുന്ന് എഴുന്നേറ്റ് അമ്പലത്തിന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോ രാഗിണി കാവേരിക്ക് പിന്നാലെ പോയി കാവേരിയെ വിളിക്കുകയാണ്. രാഗിണിയെ കണ്ട് കാവേരി ഒന്ന് ഞെട്ടുന്നുണ്ട്.
രാഗിണി എന്നിട്ട് കാവേരിയോട് ചോദിക്കാണ്, ഇവിടെ എന്താ ചെയ്യുന്നേ? നീ അമ്പലത്തിൽ വന്ന് കുറെ നേരമായല്ലോ പ്രാർത്ഥിക്കുന്നത്. നിനക്ക് എന്താണ്? നീ ജയിച്ചിരിക്കുവല്ലേ, പിന്നെ എന്തിനാ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നേ? കാവേരി അപ്പോ ദേഷ്യത്തില് ചോദിക്കാണ്, നിനക്ക് ഇപ്പോ എന്താ വേണ്ടത്? ഇത് നിന്റെ അച്ഛനുണ്ടാക്കിയ അമ്പലം ഒന്നും അല്ലാലോ. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് എന്താ? നിന്റെയും നിവിന്റെയും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? ഇനി നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടാല് നടക്കുന്ന വേറെയായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കാവേരി അവിടുന്ന് പോകുന്നേ. അപ്പോ രാഗിണിക്ക് മനസ്സിലാവുകയാണ് നിവിനുമായി എന്റെ കല്യാണം മുടങ്ങിയ കാര്യമൊന്നും കാവേരി അറിഞ്ഞിട്ടില്ല എന്ന്. എന്നിട്ട് നിവിന്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണ് രാഗിണി. രാഗിണിയെ കണ്ട് നിവിൻ പെട്ടെന്ന് ഞെട്ടാണ്. എന്നിട്ട് രാഗിണിയോട് ചോദിക്കുകയാണ് നിവിൻ, നീ എന്താ ഇവിടെ? നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? അപ്പോ രാഗിണി ചോദിക്കുകയാണ്, നീ നിന്റെ കാവേരിയെ കണ്ടോ? അപ്പോ നിവിൻ പറയാണ്, ഞാൻ അധികം വൈകാതെ തന്നെ അവളെ കാണും. ഞാൻ കാവേരിയെ മാത്രമേ കല്യാണം കഴിക്കൂ. ഈ അമ്പലത്തിൽ വച്ച് ദൈവങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയാണ്, ഞാൻ കാവേരിയെ കല്യാണം കഴിക്കും. നിന്റെയും നിന്റെ അച്ഛന്റെയും മുമ്പിലൂടെ സന്തോഷത്തോടെ ജീവിച്ചു കാണിക്കും. നീ നോക്കിക്കോ, കാവേരി തിരുവനന്തപുരത്ത് എവിടെയായാലും എന്റെ അടുത്തേക്ക് തന്നെ വരും. അപ്പോ രാഗിണി പറയാണ്, ഈ ദൈവത്തെ സാക്ഷിയാക്കി നീ അവളെ കല്യാണം കഴിക്കൂ? ഈ ദൈവത്തിന് തന്നെ നിങ്ങൾ രണ്ടുപേരും ചേരുന്നത് ഇഷ്ടമല്ലാന്നാ തോന്നുന്നേ. എന്താന്നറിയോ, നിന്റെ കാവേരി ഇത്രയും നേരം നിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കേട്ട് നിവിൻ ചുറ്റും നോക്കുകയാണ്. എന്നിട്ട് രാഗിണിയോട് എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോ രാഗിണി പറയാണ്, ഈ ദൈവത്തിന് നിങ്ങളെ ചേർക്കണമെന്ന് ഉണ്ടേൽ ആ ദൈവം തന്നെ നിനക്ക് അവളെ കാണിച്ചു തരുമായിരുന്നു. അപ്പോ ദൈവത്തിനും നിങ്ങളെ ചേർത്ത് വെക്കാൻ ഇഷ്ടമല്ല. അപ്പോ നിവിൻ പറയാണ്, നീ വെറുതെ കള്ളം പറയല്ലേ, കാവേരി ഇവിടെ വന്നിട്ടുണ്ടാവൂല. അപ്പോ രാഗിണി ഫോണിലെടുത്ത ഫോട്ടോ നിവിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് ഞെട്ടാണ് നിവിൻ. എന്നിട്ട് കാവേരിയെ അന്വേഷിച്ച് ആ അമ്പലം മുഴുവൻ നടക്കാണ് നിവിൻ. വിനീത് ക്യാഷ് നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിൽ റൂമിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് യമുനയും ഗംഗയും കൂടി വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് യമുനയോട് പറയാണ്, ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്നവരെ നീ അച്ഛമ്മയെ നോക്കണം എന്ന് പറഞ്ഞ് അകത്തേക്ക് വരികയാണ്. അപ്പോ വിനീത് സങ്കടപ്പെട്ടിരിക്കുന്നേ കണ്ട് വിനീതിനെ വിളിക്കാണ് ഗംഗയും യമുനയും കൂടി. എന്നിട്ട് ഗംഗ വിനീതിനോട് ചോദിക്കാണ്, വിനീതേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഹോസ്പിറ്റലിലേക്ക് എന്താ വരാഞ്ഞേ? അപ്പോ വിനീത് പറയാണ്, എല്ലാവർക്കും ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ലാലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നതാ. അപ്പോ ഗംഗ ക്യാഷിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കാണ്. അപ്പോ വിനീത് ഒരു ടെൻഷനോടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ നിൽക്കുമ്പോ യമുന ഗംഗ ചേച്ചിനോട് പറയാണ്, കാവേരി ചേച്ചി പറഞ്ഞില്ലേ നാളത്തേക്ക് എടുത്താ മതിയെന്ന്, പിന്നെ എന്തിനാ വിനീതേട്ടനോട് ദേഷ്യപ്പെടുന്നേ? അപ്പോ ഗംഗ പറയാണ്, നാളെ ഓപ്പറേഷന്റെ ക്യാഷ് അടയ്ക്കണം യമുനെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകാണ് ഗംഗ. എന്നിട്ട് വിനീതും കാവേരിയും ഒക്കെ ഹോസ്പിറ്റലിൽ വന്ന് നിളമോളുടെ അടുത്തിരിക്കുകയാണ്. നിളമോളുടെ ഓപ്പറേഷന് വേണ്ട ക്യാഷ് എങ്ങനെ കണ്ടെത്തും എന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കാവേരിയും വിനീതും. വിനീത് എന്നിട്ട് ശാരദമ്മായി എവിടെയെന്ന് ചോദിക്കുകയാണ് കാവേരിയോട്. അപ്പോ കാവേരി പറയാണ്, അമ്മ വീട്ടിലേക്ക് പോയി, ഇവിടെ ഒരാൾക്കേ നിൽക്കാൻ പറ്റൂന്ന് പറഞ്ഞു. അപ്പോ വിനീത് ചോദിക്കാണ്, അമ്മായി പോകാൻ സമ്മതിച്ചോ? അപ്പൊ കാവേരി പറയാണ്, അമ്മയ്ക്ക് ഇവര് ഓരോ മരുന്നും സാധനങ്ങളും പറഞ്ഞ വാങ്ങാൻ അറിയില്ലാലോ, അതുകൊണ്ട് ഞാൻ നിന്നോളാന്ന് പറഞ്ഞ്. അപ്പോ വിനീത് പറയാണ്, ഞാൻ ഇവിടെ പുറത്ത് നിന്നോളാം. എന്നിട്ട് കാവേരിയോട് വീണ്ടും ക്യാഷ് നഷ്ടപ്പെട്ടതിന്റെ കുറ്റബോധത്തില് സോറി പറയാണ് വിനീത്. ഞാൻ കാരണമല്ലേ ഇപ്പോ ഈ അവസ്ഥ വന്നത്. അപ്പൊ കാവേരി പറയാണ്, അത് വിട് വിനീതേട്ടാ, വിനീതേട്ടൻ മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ലാലോ. അപ്പോ വിനീത് പറയാണ്, ഹോസ്പിറ്റലിൽ കിഡ്നി വിറ്റാല് ക്യാഷ് കിട്ടുമെന്ന് പറയാറില്ലേ, ഞാൻ വേണേൽ എന്റെ കിഡ്നി വിറ്റ് നിളമോളുടെ ഓപ്പറേഷനുള്ള ക്യാഷ് കിട്ടുമെന്ന് ചോദിക്കാം. അപ്പൊ കാവേരി പറയാണ്, വിനീതേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നേ? ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലേ. അപ്പോ വിനീത് സങ്കടത്തിൽ പറയാണ്, എനിക്കിനി എന്താ ചെയ്യണമെന്ന് അറിയൂല, ഞാൻ ചെയ്തത് തെറ്റാണ്. അപ്പോ കാവേരി പറയാണ്, ക്യാഷ് പോയത് ശരിയാണ്, അതിന് അനാവശ്യമായി ഓരോന്ന് ചിന്തിച്ചു കൂട്ടല്ലേ വിനീതേട്ടാ. കാവേരിയും വിനീതും ക്യാഷിന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. രാഗിണി ഫുഡ് കഴിക്കാതെ വിഷമിച്ചിരിക്കുന്നേ കണ്ട് ചേബാലൻ ചോദിക്കുകയാണ്, എന്തു പറ്റി നീ വിഷമിച്ചിരിക്കുന്നേ? അപ്പോ ഇന്ന് അമ്പലത്തിൽ വെച്ച് നിവിനെ കണ്ടതും
നിവിനെ കണ്ട കാര്യവും കാവേരിയെ കണ്ടതും ഒക്കെ ജയപാലനോട് പറയാണ് രാഗിണി. അപ്പോ നിവിൻ കാരണമാണ് രാഗിണി വിഷമിച്ചിരിക്കുന്നത് എന്ന് കണ്ട് വിനീതിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് ജയപാലൻ. നിവിൻ റോഡരികിൽ ഫോണിൽ സംസാരിച്ചിരിക്കുന്നേ കണ്ട് ജയപാലൻ നിവിന്റെ മേൽ വണ്ടി ഇടിപ്പിച്ച് പോവാണ്. നിവിൻ റോട്ടില് വണ്ടി ഇടിച്ച് കിടക്കുന്നേ കണ്ട് രാഗിണി നിവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഗായത്രിയും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ നരനോട് തെറ്റിയിരിക്കുകയാണ്. നരൻ കല്യാണത്തിന് സമ്മതിക്കാത്തതിന്റെ ദേഷ്യത്തിലിരിക്കുകയാണ് അവരൊക്കെ. നരൻ വന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും മിണ്ടാൻ ശ്രമിക്കാണ്. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും നരനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കാണ്. സോറി, ഞാൻ നിങ്ങളുടെ മുമ്പില് ആ പെണ്ണു വീട്ടുകാരോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് സോറി പറയാണ് നരൻ. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ ചെയ്യാം, പക്ഷേ കല്യാണത്തിന്റെ കാര്യം മാത്രം എന്നോട് പറയരുത്. അതെന്താന്ന് ചോദിക്കാണ് ഗായത്രി. അപ്പോ നരൻ പറയാണ്, ചേച്ചിക്ക് തന്നെ കാര്യം എന്താണെന്ന് അറിയൂലേ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അപ്പോ അംബിക ചോദിക്കാണ്, ഇനിയും എത്ര നാളാ നീ ഇങ്ങനെ ഇരിക്കാൻ പോകുന്നേ? അപ്പോ നരൻ പറയാണ്, മുത്തശ്ശി കല്യാണം കഴിക്കാതെ എന്താ ജീവിക്കാൻ പറ്റൂലേ? അപ്പോ രഘുനാഥ് പറയാണ്, നിനക്ക് ഒരാള് വേണ്ടേ കൂട്ടിനെ? അപ്പോ മുത്തശ്ശനോട് വേണ്ടാന്ന് പറയാണ് നരൻ. എന്നെ നോക്കാൻ നിങ്ങളൊക്കെ ഇല്ലേ? അപ്പോ മുത്തശ്ശി പറയാണ്, ഞങ്ങൾ ഉള്ളവരെ നിന്നെ നോക്കും, അത് കഴിഞ്ഞാൽ നീ എങ്ങനെ ജീവിക്കും? അപ്പോ നരൻ പറയാണ്, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, എനിക്ക് എന്താ ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയൂലേ? അപ്പോ ഗായത്രി പറയാണ്, ആർക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂല നര, നമുക്ക് വേണ്ടി ഒരാള് വേണം ജീവിതത്തിൽ. എനിക്ക് വേണ്ടെന്ന് പറയാണ് നരൻ. അപ്പോ മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ്, നിന്റെ കല്യാണം കാണണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് നര. അപ്പോ നരൻ പറയാണ്, ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചേ? അവരിപ്പോ നിങ്ങൾക്ക് മുന്നേ മരിച്ചില്ലേ? അതിന് നിങ്ങൾ എന്താ ഇനി പറയാ? അത് കേട്ട് സങ്കടാവാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും. അപ്പൊ നരൻ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും കൈ പിടിച്ച് പറയാണ്, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ എന്റെ കൂടെ ഒരുപാട് കാലം ഉണ്ടാകും. അതിനുശേഷം എന്നെ ഞാൻ തന്നെ നോക്കിക്കോളാം. കല്യാണത്തിന്റെ കാര്യം മാത്രം പറയല്ലേ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഡെയിലി വീട്ടിലേക്ക് വരുന്നത് തന്നെ. അതുകൂടി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ട ഫുഡൊക്കെ കൊടുക്കുകയാണ് നരൻ. എന്നിട്ട് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും നരന്റെ കല്യാണം നടക്കാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് കരയാണ്. അംബിക നരന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് കിടക്കുന്നത്. അതിന്റെ സങ്കടത്തില് മുത്തശ്ശിക്ക് നെഞ്ചുവേദന വരികയാണ്. എന്നിട്ട് രഘുനാഥ് അംബികക്ക് നെഞ്ചുവേദന കണ്ട് രഘുനാഥ് ഗായത്രിയെയും നരനെയും ഒക്കെ വിളിക്കുകയാണ്. എന്നിട്ട് നരൻ മുത്തശ്ശിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നരന് മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും അവസ്ഥ കണ്ടിട്ട് സങ്കടാവുന്നുണ്ട്. എന്നിട്ട് നരന് മനസ്സിലാവാണ്, എന്റെ കല്യാണം മുത്തശ്ശനും മുത്തശ്ശിയും അത്രയും ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ തനിച്ചാക്കി പോകരുത് എന്നാണ് മുത്തശ്ശിയുടെ ആഗ്രഹം. എന്നിട്ട് നരൻ മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കാണ്, നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിക്കുന്നതിൽ സന്തോഷമാണിൽ ഞാൻ കല്യാണം കഴിക്കാന്ന് വാക്ക് കൊടുക്കാണ് മുത്തശ്ശിക്ക്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.